നരഭോജികൾ പോലും ഈ സന്ദേശത്തിന് മുന്നിൽ മനുഷ്യ സ്നേഹികളായി തീർന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉലകത്തിൽ മനുഷ്യരെ മനുഷ്യനായി കാണുവാൻ പഠിപ്പിക്കുന്ന, എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഈ പൊതുവേദിയിൽ ഈ പൊതുവിൽ നിന്ന് പ്രസംഗിക്കുന്ന ഈ സുവിശേഷ സന്ദേശമാണ്. ഈ സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത കടന്നു വരാം. ഈ സന്ദേശം ഒരു യഹൂദന്റെ സന്ദേശമാണല്ലോ, ഇതൊരു ക്രൈസ്തവന്റെ സന്ദേശമാണല്ലോ, ഈ സന്ദേശം എന്തിനാണ് ഞങ്ങൾ കേൾക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. യേശുക്രിസ്തു ഒരു മതത്തിന്റെ വക്താവല്ല. യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നത് സകല മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഉലകത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമാക്കുന്നു. അതിനെന്താണ് തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ആടുകളെ മേയ്ക്കുന്ന ആട്ടിടയന്മാരോട് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, സർവ്വജനത്തിനും ഉണ്ടാകാവുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കാം. അതെന്താണ് പ്രിയമുള്ളവരെ? സർവ്വജനത്തിനും ഉണ്ടാകാവുന്ന മഹാസന്തോഷം. കർത്താവായ യേശുക്രിസ്തു ദാവീദിന്റെ പട്ടണമായിട്ടുള്ള ബെത്ലഹേമിൽ ജനിച്ചു എന്നുള്ളതാണ് സർവ്വജനത്തിനും ഉണ്ടാകാവുന്ന മഹാസന്തോഷം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വാക്യത്തിൽ വ്യക്തമാണ്, കർത്താവായ യേശുക്രിസ്തു ജനിച്ചത് സർവ്വജനത്തിന് സന്തോഷവും സമാധാനവും കൊടുക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല എന്നുള്ളതാണ്. ഇന്ന് ലോകരാജ്യങ്ങൾക്ക് സമാധാനമില്ല, കുടുംബങ്ങൾക്ക് സമാധാനമില്ല, വ്യക്തിബന്ധങ്ങൾക്ക് സമാധാനമില്ല. അങ്ങനെ സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഞാൻ നിങ്ങളുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുമ്പോൾ പല പ്രിയപ്പെട്ടവരും മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരി പദാർത്ഥങ്ങളിലും ആശ്രയം വെക്കുന്നു. അവർക്ക് ഞങ്ങൾ കൗൺസിൽ കൊടുക്കുമ്പോൾ അവർ ഞങ്ങളോട് അതിദുഃഖത്തോടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: എന്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല, എനിക്കൊന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല, എന്റെ കുടുംബത്തോടൊപ്പം സന്തോഷിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും മറക്കുവാൻ വേണ്ടിയാണ് ഞാൻ അല്പസ്വല്പം മദ്യം കഴിക്കുന്നത്. അങ്ങനെ ജീവിതത്തിനകത്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ കടന്നു വരുമ്പോൾ മനുഷ്യൻ അതൊക്കെ മറക്കുവാൻ വേണ്ടി അല്പം മദ്യം കഴിക്കുന്നു. എന്നാൽ ക്രമേണ ഈ മനുഷ്യനെ ഈ മദ്യപാനത്തിന്റെ ടെൻഡൻസി അവനെ അഡിക്റ്റാക്കി കളയുന്നു. നമുക്കറിയാമല്ലോ, ഒരിടത്തും ഒരു മനുഷ്യനെയും മദ്യപാനത്തിന്റെ ഉപയോഗം ഉയർത്തിയിട്ടില്ല. അത് ഏതൊക്കെ കുടുംബങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അത് ഏതൊക്കെ വ്യക്തികൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അവരെല്ലാം തകർന്നു പോകാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതിന് നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ഇപ്പോൾ വരുന്ന വർത്തമാന പത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം, പത്രങ്ങളിൽ എത്രയെത്രയോ വാർത്തകളാണ് ദിനംപ്രതി നമ്മളെ